ഹായ്, എസ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളിലും കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിനെ വളരെയധികം വാല്യൂ കൊടുക്കുന്ന, അതായത് അതാണ് എല്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവരിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സ്നേഹിക്കുന്ന ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരിലുള്ള ചില ക്യാരക്ടേഴ്സ് ഇവർക്ക് ഇഷ്ടപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അതായത് ഇവരുടെ ചില പെരുമാറ്റങ്ങളോ സ്വഭാവങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ച് പോകാനോ കഴിയുണ്ടാവില്ല. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പിൽ മിക്കവാറും പ്രശ്നങ്ങൾ വരാറുണ്ടാവും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തൻ്റെ പാർട്ട്ണറെ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ താൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എന്തിനാണ് നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. സോ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എത്ര നാൾ നമ്മൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യണം എന്നത് ഇരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെ ചെറിയൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അത് അപ്ലൈ ചെയ്താൽ മതിയാവും. പക്ഷേ നിങ്ങളുടെ ഒരു വലിയ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ദിവസങ്ങൾ നീട്ടേണ്ടി വരും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനു വേണ്ടി ഞാനിത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ടൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. എന്നിട്ട് എത്ര നാൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതും നിങ്ങൾ തീരുമാനിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആ ഒരു പീരിയഡിൽ മേ ബി നിങ്ങൾക്ക് അവരെ കാണേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അവരെ വിളിക്കുകയോ മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. മാക്സിമം നിങ്ങൾ അവരെ കാണുന്നതും സംസാരിക്കുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് മാത്രം അവരോട് ആൻസർ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ അവരെ കണ്ടു എന്നുള്ള സന്തോഷത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് തുറന്ന് സംസാരിക്കുക. മുമ്പ് നിങ്ങൾ സംസാരിച്ച പോലെ തന്നെ കുറേ നേരം നിന്ന് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു ശീലമൊക്കെ മാറ്റാനായിട്ട് ശ്രമിക്കുക. ഷോർട്ട് ആൻസേഴ്സ് മാത്രം കൊടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നോ കോണ്ടാക്ട് റൂള് എത്ര നാൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നോ കോണ്ടാക്ട് റൂള് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നോ കോണ്ടാക്ട് റൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു മിസ്സിങ് ഫീൽ ആയിരിക്കും. അയ്യോ, ഇയാളെ വിളിക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട്, എങ്ങനെയും കണ്ടിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. കാരണം നമ്മൾ അവരെ മിസ് ചെയ്ത് തുടങ്ങുകയാണ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമോശം എന്ന് നമ്മൾ പറയാറുണ്ട്, വിഡ്ഢിത്തം എന്നൊക്കെ നമ്മൾ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ചേസ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ എടുത്തിട്ട് അവരെ ഇങ്ങനെ നോക്കുക. അത് ചിലപ്പോൾ അവരുടെ പോസ്റ്റുകൾ നോക്കിയായിരിക്കും, പുതിയതായിട്ട് പോസ്റ്റ് ഇടുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അവരുടെ സ്റ്റോറി എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയും ആഗ്രഹമൊക്കെ ഉണ്ടാവും. സോ സ്റ്റോറിയും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അവരുടെ പുറകെ പോവുക എന്നുള്ളതാണ്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരില്ലാതെ പറ്റില്ല എന്നുള്ളത് നമ്മൾ മൈൻഡിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അവരെ ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവർ നമ്മളിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ് സത്യം. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. മീൻസ് നിങ്ങളുടെ ലൈഫ് ഗ്രോ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. നിങ്ങളുടെ ഡ്രീംസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം, അതിനുവേണ്ടി കുറച്ചുകൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ ചേസ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ വീണ്ടും തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നോ കോണ്ടാക്ട് റൂള് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആരെങ്കിലും അവരെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു ഇതൊക്കെ ചോദിക്കാനുണ്ടാവാം. സാധാരണ വിളിക്കുന്ന പോലെ ഒരു ഫ്രണ്ട്ലി ടോക്ക് തന്നെ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഇവരെക്കുറിച്ച് ചോദിക്കുന്നുണ്ടാവും. റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാം, സ്വാഭാവികമാണ്. അപ്പം ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില ആളുകളുണ്ട്, അവരോടുള്ള മുഴുവൻ ദേഷ്യം ഇവിടെ അങ്ങോട്ട് തീർക്കുന്നുള്ളതാണ്. എല്ലാ കുറ്റം ഇവരോട് അങ്ങനെ പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്. അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. അതായത് ഓക്കെയാണ്, ആള് ഓക്കെയാണ്, നല്ല ആളാണ്, നല്ല കുട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ
നിങ്ങൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ കുറിച്ച് പറയാന്നുള്ളതാണ്. ഒരു കാരണവശാലും അവരെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായ രീതിയിൽ മാത്രം സംസാരിക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് എൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ നോ കോണ്ടാക്ട് റൂൾ എത്ര നാൾ ഫോളോ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തതാണ്. സോ ആ ഒരു ടൈം കഴിഞ്ഞ്, അതായത് ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ നോ കോണ്ടാക്ട് റൂൾ എൻഡ് ചെയ്യിപ്പിക്കാം, അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു നോ കോണ്ടാക്ട് റൂൾ അവസാനിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവായി മാത്രം അവരോട് സംസാരിക്കുക, ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ചില ആളുകളുണ്ട്, ഇനി അവനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവളെ കാണുമ്പോൾ വേണം എൻ്റെ മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ പറയാം, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അത് പറയണം ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കുന്നോളം മനസ്സിലിങ്ങനെ കൊണ്ട് നടന്നിട്ട് അവരെടുത്ത് പോയിട്ട് അതെങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടും. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം അവരോട് ബിഹേവ് ചെയ്യാനായിട്ട്, പെരുമാറാനായിട്ട്. അതേപോലെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. വളരെ പോസിറ്റീവായി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അവരോട് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം സംസാരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവായിട്ട് അവരോട് ഒരിക്കലും ബിഹേവ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അതായത് നോ കോണ്ടാക്ട് റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു പേഴ്സണൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. നോ കോണ്ടാക്ട് റൂളിന്റെ പവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിത് വിചാരിക്കും ഇത്ര നാൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കുമോ, ഇത് സംഭവിക്കും, ഇതൊക്കെ ചുമ്മാതെയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളെ വിട്ടു പോവില്ലേ എന്നുള്ളത്. ഒരിക്കലും അല്ല. അത് നമ്മൾ ഹ്യൂമൻ സൈക്കോളജി അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണ്. ഇവിടെ ഒരിക്കലും അവർ വിട്ടു പോവുകയല്ലേ ചെയ്യുക, പകരം അവരെ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യണത്. സോ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് അത്ര വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവം എന്നല്ല. നിങ്ങൾക്ക് നല്ലത് വരുന്ന, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അവരുമായിട്ടൊരു ഹാപ്പി ലൈഫാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്